ഇപ്പം എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്ന്. ബിക്കോസ് നമ്മളുടെ ഫേസ് ഫെമിലിയർ ആവുന്നതിനനുസരിച്ച് നമുക്ക് റവന്യൂ വരുന്നതും പിന്നെ കുറച്ചുകൂടെ ആളുകളിലേക്ക് അതാണ് അതൊരു കാര്യമാണ്. ഇനി ഞാനും കൂടെ അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ യൂട്യൂബിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളെ നമ്മൾ എന്തിന് തിയേറ്ററിൽ പോയി പൈസ കൊടുത്ത് കാണണം എന്നുള്ളത് പ്രേക്ഷകനൊരു ചോദ്യം ഉണ്ടാവും. കാരണം അത്രയും ഫെമിലിയർ ആണ്. യൂട്യൂബിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇന്റർവ്യൂസ് അല്ലാതെ ഡേ ടു ഡേ നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മുടെ ലൈഫ് എത്രത്തോളം നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യുന്ന സമയത്ത് അതിനൊരു എക്സ്ക്ലൂസിവിറ്റി സിനിമയിൽ ഉണ്ടാവില്ല. ഇപ്പം നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അത് വേറൊരു ക്യാരക്ടറായിട്ട് തന്നെ തോന്നണ്ടേ. അപ്പൊ അതുകൊണ്ട് എനിക്കത് സിനിമയിലൂടെ ആളുകൾ കാണണം എന്നെ എന്നുള്ളതാണ് കൂടുതലും. പിന്നെ എന്തുകൊണ്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എയറിലാവുന്നത് കൊണ്ട് ഇന്റർവ്യൂ അതെ സ്വന്തം ചാനൽ അല്ലാതെ മറ്റുള്ള ചാനലുകളിൽ ഞാൻ എയറിലാവുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അതങ്ങനെ മാനേജ് ചെയ്യുന്നു. ഇനി തുടങ്ങൂല. അയ്യോ എനിക്ക് എന്റെ ഡെയിലി ലൈഫ് ഭയങ്കര ബോറിംഗ് ആണ്. കൂടുതൽ ഉറക്കമാണ് എന്റെ ലൈഫിൽ. അപ്പൊ അത് പിന്നെ ഉറങ്ങുന്നത് കാണിക്കുന്നത് സീരിയസ്ലി എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനിങ്ങനെ സത്യത്തിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാത്തതിന്റെ കുറെ കാര്യങ്ങൾ അതൊക്കെയാണ്. വെച്ചാൽ ഉറക്കം വെറുതെ ആൾക്കാർക്ക് കാണിച്ചിട്ട് എന്താ കാര്യം? പിന്നെ അതിലും എക്സൈറ്റിംഗ് ആയിട്ടൊന്നും നടക്കുന്നില്ല, ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ലൈഫിൽ, അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് കുറെ കാര്യങ്ങളൊന്നും എൻ്റെ ലൈഫിലില്ല. പിന്നെ എല്ലാത്തിനും ഒരു പ്രൈവസി വേണമല്ലോ. അല്ലാതെ ഇപ്പൊ ചെയ്യാനാണെങ്കിൽ ഒന്നുമില്ല എനിക്ക് കണ്ടന്റ് ആയിട്ട് ഇടാൻ. ഇല്ല എനിക്കില്ല. എന്നില്ല ഭയങ്കര പ്ലെയിൻ ലൈഫാണ്. അതെ അതുമാണ് എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ അതേപോലെ ഇന്റർവ്യൂല് വന്ന് പറയുന്നില്ല. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഒരു ചാനലിട്ട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഒന്നും നോക്കാറില്ല ഞാനൊന്നും നോക്കാറില്ല. എന്തെങ്കിലും ഇപ്പൊ അന്ന് ഇഷ്യൂ ഉണ്ടായതൊക്കെ ഞാൻ അമ്മേനെ അപ്പം വിളിച്ച് പറയും. മോളൂസ് എന്റെ മമ്മ ഒരു യൂട്യൂബ് മമ്മിയാണ് കേട്ടോ, എല്ലാം കാണും. എന്നിട്ട് എന്നോട് തന്നെ ഇങ്ങനെ ചോദിക്കും. ഞാൻ പറയും എന്തിനാണ് മോളൂസ്, അറിയുന്ന കേസല്ല ഇത്. ഒരു കാര്യം പല രീതിയിൽ പോർട്രേ ആവുന്നുള്ളത് അറിയുന്ന കാര്യം. ഞാൻ പറയും ഞാനും ഈ ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. അപ്പം അന്ന് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ ആദ്യം വിളിച്ച് പറഞ്ഞു ഈ കാര്യം പല രീതിയിൽ കേൾക്കും, പല ചാനലിൽ പോയി തപ്പിയിട്ട് ഇനി ബോധം പോവണ്ട, ഇതാണ് സംഭവം. അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ ആരും പറയില്ല. എന്താവോ എന്നെ ആരും ഉപദേശിക്കാറില്ല. ശരിക്കും വഞ്ചേട്ടൻ എന്നോട് ഇന്നേ വരെ വഞ്ചേട്ട ഒരാള് മോളെ നീ ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്, അല്ലെങ്കിൽ നീ കുറച്ച് അച്ചടക്കം ഒതുക്കം, ഇങ്ങനെ ഒരാളെ എന്റെ ജീവിതത്തിൽ വീട്ടിൽ നിന്ന് പോലും സംസാരിച്ചിട്ടില്ല. അതിലെനിക്ക് വിഷമമുണ്ട്. ചിലപ്പോ അത് വേറെ ആരും ചെയ്യുന്നതാണെന്ന് എനിക്ക് സങ്കടമാവും. കാരണം അങ്ങനെ ബേസിക്കലി ഈ കുടുംബക്കാരാണെങ്കിലും നാട്ടുകാരൊന്നും അങ്ങനെ എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വരാറില്ല. അതെനിക്കറിയാൻ പാടില്ല. പക്ഷെ ചിലപ്പോ അതുകൊണ്ടായിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു സിനാരിയോ എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. എന്താന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടായിരിക്കും? ഇല്ല എനിക്ക് എത്ര ആഗ്രഹമില്ല കേട്ടോ. എന്തായാലും ആഗ്രഹമുള്ള സ്ഥിതിക്ക് എന്തായാലും ആരെങ്കിലും ഉപദേശിക്കാം. ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ഫീലില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്ന് ഞാൻ എങ്ങനെ അഭിനയിക്കും? കാരണം റിയൽ ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇല്ല. നമ്മൾ അതിനെ റിലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പം വേണമെങ്കിൽ ഇടയ്ക്ക് പിന്നെ ഉപദേശങ്ങൾ കിട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, പള്ളി, അവിടെ നിന്ന് ഞാൻ പോവാറേ ഇല്ല. അതുകൊണ്ട് ഇല്ല അതെ പോവാറേ ഇല്ല.